ഇത് വേറെ ഷൂട്ടിംഗ് എനിക്ക് ഒന്നനെ വേറെ ഷൂട്ടിങ് സോനുപ്പാന്റെ ചോദിച്ചാല് നിങ്ങളത് കാണുന്നുണ്ടോ എപ്പഴാ കാണാന്ന് അറിയില്ലേ ആൾക്കാർക്ക് ചെറിയൊരു കഷ്ണം കണ്ടാൽ മതി. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ബനിയനും തിരുമ്പണി കാരണം ഒരു ദിവസം എനിക്ക് ഇടേണ്ടി വന്നു. മണത്തിട്ട് എന്നറിയോ പടച്ചോനെ. തിരുമ്പലൊന്നുമില്ല, വീരാക്കാന്റെ ഡ്രസ്സ്. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാലേ നൗഷാദ് എങ്ങനെ ബീരാങ്കാക്കാവണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടോളി. യൂട്യൂബിൽ കാണേണ്ട ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതേമാതിരി ഫേസ്ബുക്കിൽ കാണേണ്ട ആൾക്കാരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യും ചെയ്താൽ. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടോളി. അടിയിൽ നിങ്ങളെ കമൻറ്റുകൾ തുരുതുരാ വരണം കേട്ടോ, അതും മറക്കണ്ട. അപ്പോൾ നൗഷാദിന്നേ ബീരാങ്കാക്കായി മാറുകയാണ്. എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ പറയുള്ളൂ. ബീരാങ്ക ആകുണ്ടോ അല്ല അപ്പോഴും നൗഷാദ് തന്നെയാണെന്നുള്ള ആ ഒരു മാറ്റം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കേട്ടോ. നമ്മളെ മോൻ വന്നപ്പോണ്ടോ വീഡിയോ എടുക്കാനുള്ള പരിപാടിയിലാണ്. പറയാത്ത രാവിലെ സമയം എത്ര മണിയാണോ? 6:45 ടൈം രാവിലെ. അപ്പൊ പിന്നെ ചിലരൊക്കെ പറയും ഇങ്ങക്കൊന്നും വേറെ പണി ചെയ്യാതെ ഇത്ര നേരത്തെ മീൻകാര് കഴിഞ്ഞാ പിന്നെ ഞങ്ങളാണ് നേരത്തെ പണിയെടുക്കുന്നത്. മീൻ കച്ചവടക്കാര് പിന്നെ ഇതിന് നേരത്തെ ഇറങ്ങൂലേ. ഇനി ദയവ് വിചാരിച്ച് ചോദിച്ചത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഇതില് റിസ്ക്കുള്ള പണി വേറെ ഒരു പണിയില്ല. നിങ്ങളെ മുന്നിലേക്ക് ഇത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായം ഭയങ്കര റിസ്ക് ഉള്ള പണിയാണ്. കൂലിക്ക് എത്ര ഇറങ്ങാറില്ല തോന്നുന്നത്. പിന്നെന്താ മറ്റേ പിന്നെ ഇത് ഞമ്മക്കൊരു ത്രില്ലാണ് അല്ലേ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം. നമ്മൾ ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഇതിങ്ങനെ നടന്നു പോകുന്നത്. നല്ലൊരു നമ്മളെ മനസ്സിനത് ചെയ്ത് കാണുന്ന ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ അതേമാതിരി നമ്മളെ എവിടെയെങ്കിലും വെച്ച് ജനങ്ങൾ കാണുമ്പോൾ അതാ വീരാങ്കി ആ സുക്കൂറാണല്ലോ ചോദിച്ചുമ്പോൾ ആ ഒരു സന്തോഷം അത് വേറെ. ചോദിച്ചാല് നിങ്ങളത് കാണുന്നുണ്ടോ എപ്പഴാ കാണാന്ന് അറിയില്ലേ. ആൾക്കാർക്ക് ചെറിയൊരു കഷ്ണം കണ്ടാൽ മതി. പിന്നെ കട്ട് ചെയ്യോ സുക്കൂറിന് നാടി കറപ്പിച്ചണ പക്ഷെ കറപ്പിക്കൂല. താടി ലേശം അവിടെ ഒരു വെളുത്ത 2 മൂടിയുണ്ട്. ഓന് വീരാകാൻ മോനെ എത്ര പ്രായം ഉണ്ടാവും. ഇതിപ്പോഴും ചെക്കന്മാരും നടക്കല്ലേ. വീരാങ്ക എത്ര വയസ്സായി? 70 വയസ്സായിട്ടായി തുടങ്ങി. പിന്നെ എനിക്ക് എത്ര പ്രായം ഉണ്ടാവും? അതെ ഇങ്ങനെ ഈ മൊത്തം കണ്ട് നിരക്കണേ ഇത് അവിടെയും ഇവിടെയൊക്കെ സെക്കൻഡ് ഷോ ഒക്കെ ആളിക്കണ മാറി. ഇവിടെ ഒരു നേരം വരാം. അത് ബോറാണ്. പഠിച്ചവനെ മുഴുവൻ നിരപ്പിച്ചാലും കുഴപ്പമില്ല. ഈ അടിയിലുള്ള നിരക്കണത് അത് ഒഴിവാക്കി കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഈ കറപ്പിച്ചിട്ട് ഫുള്ള് നിരക്കാണ് ഞാൻ കറപ്പിച്ചു. ഇതന്നെ വെള്ളം പിന്നെ കേൾക്കാൻ പോവും. അതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. ഒന്നും പറയണില്ല ഞാൻ. നൗസാദാണ് മൂപ്പര് കളി. കാരണം എന്താ മറ്റേ ഫുള്ള് നരച്ചതാണ്. സാനിപ്പാക്ക് വിരാന്ത് അടിച്ചിക്കണു രാവിലെ ജയിച്ചപ്പോ തന്നെ. എന്നിട്ട് ഗെയിം കളിച്ചു. എന്നിട്ട് പിന്നെ ഉറങ്ങും. പിന്നെ വാങ്ങ കൊടുക്കുമ്പോ നീച്ചു. നിങ്ങൾക്ക് ഇങ്ങനെ വൈഫൈ ഉണ്ടായതുകൊണ്ടേ ഈ വാർഡിലുള്ള എല്ലാ കുട്ടികളും പഞ്ചായത്തിലുള്ള മൊത്തം കുട്ടികൾ ഇവിടെ ഗെയിം കളിച്ചവർക്ക് ഇവിടെ വൈഫൈ ഉണ്ട്. പൊതു വൈഫൈ ആണ്. സുക്കൂർ വീഡിയോയിൽ കാണിക്കണ്ടെന്നാ പറഞ്ഞത്. മുഖം ഞാൻ ചെറുക്കനാണ് ഇപ്പോഴും ഒരു മേക്കപ്പും ഇല്ലാന്നാ പറയണ്ടേ. ഞാൻ ഒത്തും കാട്ടണില്ല ഇവിടെ. ഞാൻ വെറുതെ കണ്ണാടിക്ക് നോക്കാണ്. ഞാൻ ഇതേറ്റ് ഒന്ന് ചെറുതായിട്ട് കറപ്പിക്കും. എല്ലാ ആൾക്കാർക്കും നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ബനിയനും തിരുമ്പണി കാരണം ഒരു ദിവസം എനിക്ക് ഇടേണ്ടി വന്നു. മണത്തിട്ട് എന്നറിയോ പടച്ചോനെ. തിരുമ്പലൊന്നുമില്ല, വീരാക്കാന്റെ ഡ്രസ്സ്.
ഇത് തിരുമ്പേണ്ട ആവശ്യമില്ല. എപ്പോഴേലും ആഴ്ചയിൽ രണ്ടീസായിട്ട് എടുക്കുള്ളൂ. അതിന് ഒരു കുറച്ച് നേരം അത്രല്ലേ ഉള്ളൂ. ഇതൊക്കെ തിരുമ്പേണ്ട ആവശ്യം. പിന്നെ ആണ്ടൊക്കെ ആകുമ്പോ തിരുമ്പോ. ഞാൻ മൂക്കൊക്കെ പൊത്തിക്കാണ്ടായിട്ടില്ല. മൂക്കിനുള്ളിൽ നമുക്ക് നരച്ചിടണം. അതാണ് ഈ കത്തിച്ചാനും പറ്റും. മൂക്ക് പെൻസിലിടേണ്ടി വരുമോ? മൂക്ക് പെൻസിലിട്ടുണ്ടായിരുന്നു. ഇത് സുക്കൂറായത് എങ്ങനെയാന്ന് ഇവർക്കൊന്ന് പറഞ്ഞിട്ട്. ഞാന് സുക്കൂറായത് കഥ കൊറേ പറയാണ്ട്. ശരിക്കും പേര് ഉപയോഗിക്കാട്ടോ. ശരിക്കും പേര് ഉപയോഗിതാണ്. സുക്കൂറായത് എങ്ങനെയാന്ന് അവരോട് ചോദിച്ചു നോക്കിയൊന്ന്. ഞാൻ സുക്കൂറായത് എങ്ങനെയാ വെച്ചാല്, ഞാൻ ഒരു ദിവസം പിന്നെ എന്റെ യൂട്യൂബില് ചാനലുണ്ട്. അതില് സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ട് കേട്ടോ. ചാനലിന്റെ പേരും കൂടി പറഞ്ഞാളി. 250 സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പൊ അതിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ അയാളെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അപ്പനോട് ചോദിച്ചു എനിക്ക് വേണമെങ്കിൽ നമ്മളെ വീഡിയോയിൽ നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആയിക്കോട്ടെ റെഡിയാണ്, ഞാൻ നിന്നോളാറും. അങ്ങനെ അന്ന് മുതലാണ് സുക്കൂറായതാണ്. ഇപ്പൊ എല്ലാവരും സുക്കൂറെന്ന് വിളിച്ചത്. പേര് ആരും വിളിച്ചില്ല എന്നുള്ള പരാതി വന്നിട്ടുണ്ട്. അങ്ങനെ ടെൻഷൻ തോന്നിയിട്ടുണ്ട് എനിക്ക്. ഏയ് അങ്ങനെ ടെൻഷനൊന്നുമില്ല. അതിനെന്താ പ്രശ്നം? നമ്മൾ പേര് മാറുമ്പോഴേ നമ്മള് ഭയങ്കര പിന്നെ ഫേമസ് ആവുന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടേക്കുന്നത്. മിക്കവാറും പേര് മാറിയ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടോ അത്യാവശ്യം അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ ഞാൻ അറിയപ്പെട്ടേക്കണോ. നമ്മളൊരു വലിയ മൊത്തത്തിൽ അറിയപ്പെട്ടിട്ടില്ലെങ്കിലും അത് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചല്ല. നമ്മൾ ഈ ചാനൽ വന്നതിന്റെ ശേഷമാണ് കുറെ ആൾക്കാർ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങിയതും. നമ്മളൊരു ആഗ്രഹം തന്നെയാണ് അങ്ങനെ കേട്ടോ. അതൊക്കെ ഒരു രസമല്ലേ. പിന്നെ പേര് മാറ്റിയാല് പറഞ്ഞാല് മമ്മൂട്ടിന്റെ പേര് ശരിക്കും മമ്മൂട്ടി അല്ലല്ലോ, മുഹമ്മദ് കുട്ടിയാണ്. അപ്പൊ മമ്മൂട്ടി എന്നുള്ള പേര് ആയപ്പോഴല്ലോ മമ്മൂട്ടി അറിയപ്പെട്ടത്. മുഹമ്മദ് കുട്ടി എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ അന്നമാതിരി പേര് മാറിച്ചിട്ട് ടെൻഷനൊന്നുമില്ല. നമ്മൾക്ക് ആൾക്കാരെ അറിയപ്പെട്ട നമ്മളെ കുറെ ആൾക്കാരെ അറിയാന്നൊക്കെ പറഞ്ഞാൽ അത് സംഭവം തന്നെയല്ലേ. അപ്പൊ ബീരാങ്ക പൊട്ടി അടിക്കുകയാണ്. കുട്ടിയല്ല, ഞാൻ എന്നും പറയുന്നതാണ്. ഇത് വെയില് കൊള്ളുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചൂട് ഏൽക്കാതിരിക്കാനുള്ള സൺസ്ക്രീം. പലതും പറയും. സൺസ്ക്രീം അല്ലേ. പിന്നെ ബീരാങ്ക എന്നുള്ള പേര്, നിങ്ങളെ പേര് നൗസാദ് അല്ലേ? നൗസാദ് പറയപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് വലിയ ടെൻഷൻ ഇല്ല. കാരണം ചിന്ന സുക്കൂറ സുക്കൂറ വലിയ പ്രായമുള്ള ആൾക്കാരൊന്നല്ല. ബീരാങ്കാക്ക എന്നൊക്കെ പറഞ്ഞ എത്ര പ്രായമുണ്ട്. എന്റെ പനി പ്രായമുള്ളവര് എന്നെ ബീരാങ്കാന്ന് വിളിച്ചത്. ഞാൻ ഈ കോലത്തിൽ നിൽക്കുമ്പോ, അതായത് ഡ്രസ്സ് മാറാതെ നിൽക്കുമ്പോ എന്നെ വിളിച്ചാൽ അങ്ങനെ കേട്ടോ. ഈ കോലത്തിലല്ലോ ഇന്റെ പല കൂട്ടുകാരൊക്കെ വീരാൻ കളിച്ചത് തന്നെ. ഇപ്പൊക്കെ ഇപ്പൊ വിളിച്ചാൽ പഞ്ചായത്ത് വിളിച്ചാൽ ഈ നിങ്ങളിപ്പാനി ഇപ്പൊ നേരിട്ട് ബീരാങ്കാനി ഇപ്പൊ നൗസാഖാന്റെ പനി നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ബീരാങ്കേക്കാർ മൂത്തായിട്ട് തോന്നും. അത് ഉറപ്പല്ലേ. ഇപ്പൊ ഞാൻ നിന്നാ തന്നെ എന്റെ ഒപ്പന്റെ കാരണമൊരു ലുക്കിലുള്ളൂ. അല്ല നൗഷാദും ഉപ്പി നിൽക്കുമ്പോ ഇപ്പൊ ചെറുപ്പക്കാരന്റെ വരിക്കാണ്. നിങ്ങളെ കണ്ട വലിയ പ്രായം തോന്നിക്കണില്ല. ഇന്നും പ്രായം തോന്നിക്കുന്നില്ല. നിങ്ങളെ പ്രായം തോന്നിക്കില്ല. അത് എന്റെ ഇപ്പൊ പണ്ട് ഗൾഫിലൊക്കെ പോയി ലീവിനൊക്കെ വരുമ്പോഴേ ആൾക്കാർ പല കൂട്ടുകാരന്മാർ വൈകി വരുമ്പോള്, അതായത് അറിയാത്ത നാട്ടിൽ നിന്നൊക്കെ, അതായത് പല അവിടെ പണിയെടുത്തോണ്ട് വരുമ്പോള് ചോദിച്ചാൽ അത് കാരണം അന്ത്രോനേക്കാരല്ലേന്ന് ചോദിച്ചല്ലേ എന്നെ കണ്ടിട്ട്. നോർമലി കണ്ടിട്ട് അതായത് ബിരാങ്ക ആവാതെ സാധാ നൗസാദിന്റെ വേഷത്തിൽ നിൽക്കുമ്പോൾ മൂപ്പരെ കാണാൻ ഭയങ്കര പ്രായം തോന്നിപ്പിക്കുന്നുണ്ട്. അല്ല പ്രായം ഇല്ലേ, ഞാൻ അത്ര ചെറുപ്പക്കാരൻ. 4 കുട്ടികളെ തന്തയാണ് ഞാൻ. വീരാങ്ക കേട്ടോ. വീരാങ്ക ആവാന് പണി കുറെ എടുത്തോളൂ. ഇപ്പൊ സമയം കുറെ ആയിക്കോളൂ. പക്ഷെ നിങ്ങള് വീഡിയോയിൽ കാണുമ്പോ കുറച്ചു നേരം ഉള്ളൂ അല്ലേ. കള്ളിത്തുണി, ഈ കള്ളിത്തുണി കുറെ കഥ പറയാണ്ട്. ഈ കള്ളിത്തുണി എന്റെ മൂത്താപ്പാനാണ്. അപ്പാന്റെ കാരണങ്ങൾ ഇതാണ്. മൂപ്പര് മരിച്ചോണ്ട് ആള് ജീവിച്ചിരിക്കണില്ല. എന്റെ മൂത്തമ്മ ഈ വീഡിയോ കാണുന്നെങ്കിൽ മൂത്തമ്മ തന്നതാണ് എനിക്ക് അന്ന് ഫസ്റ്റ് ഇത് തുടങ്ങിയ സമയത്ത്. ഞങ്ങളടുത്ത് കളിച്ചു. അന്ന് മൂത്താപ്പൻ ഇങ്ങനത്തെ കിടക്കല്, എന്റെ അപ്പ ഇങ്ങനത്തെ കൊടുക്കരുത്, ഇപ്പൊ വിളിക്കുന്ന കിടക്കല്. അപ്പൊ ഞാൻ ചോദിച്ചതാണ്. മൂത്തം വന്നു. ആ ഫസ്റ്റ് നമ്മളിപ്പോ കൊട ഇപ്പൊ വളഞ്ഞ അത് മൂപ്പറ്റാട്ടോ. ഒക്കെ ബീരാങ്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇത് വേറെ ആളാണ്. ഒരു കറുപ്പ് ബെൽറ്റ് ഉണ്ടായിട്ട് അത് മാറ്റി പിടിച്ചാൻ വേണ്ടി. കറുപ്പ് ബെൽറ്റാണ് ആദ്യം എനിക്ക് ഒരാൾ വരുന്ന തന്നത്. അപ്പൊ ആൾക്കാർ ചോദിച്ചു പച്ച ബെൽറ്റാണ് കേട്ടത് ബീരാങ്കാണ്. അങ്ങനെ കൂരായിട്ട് ഞാൻ മീൻ കച്ചവടം തിരിച്ചാണ്. അപ്പൊ ഒരു ചെങ്ങായിട്ട് പച്ച ബെൽറ്റ് ഇട്ടിങ്ങനെ കാക്ക. അപ്പൊ കാക്ക ഇങ്ങനത്തെ പച്ച ബെൽറ്റ് ഉണ്ടെങ്കിൽ ഇജ്ജ് തന്നെ കൊണ്ടുപോയിക്കടാ, എന്റെ വീട് എന്റെ പെണ്ണുങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞവർക്ക് ഭയങ്കര തീർപ്പിയാണ്. ഇജ്ജ് ഇത് കൊണ്ടുപോയിക്കാറുണ്ട് അപ്പോൾ വീട് തന്നത്. കാക്കാന്റെ പേരെന്താ അറിയോ? കാക്കാന്റെ പേര് അറിയാം. കാക്ക ഗൾഫിലാണ്, ലീവിനെന്നതാണ്.
അപ്പൊ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നന്ദി പറയല്ലേ. അപ്പോൾ നന്ദി പറയാം. ഈ തൊപ്പി നമ്മളതാട്ടോ. തൊപ്പി മാത്രമേ വീരാങ്കാവുള്ളൂ. ഞാൻ പണ്ട് കിട്ടിയതാ. നിങ്ങളൊക്കെ ഈ പണിയാട്ടപ്പോ ഞാൻ ഇങ്ങനെ ഒന്ന് പറയും. അല്ല വീരാങ്കാവും തൊപ്പിയും കൂടി ഇട്ടാ ഏറ്റവും പറയും. ഇനി ഇതിലേ ഈ കുട്ടികളെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് പറഞ്ഞാണി. അപ്പൊ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബും ചെയ്താളി. പിന്നെ അടുത്തുള്ള ആ ബെല്ലിന്റെ ദീമലൊന്ന് അമർത്തിയും ചെയ്താളി. അടുത്തുള്ള വില്ലാറ് അടുത്ത വരിയത്തെ വില്ലല്ലോ. അല്ലല്ല, ഇതിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ബെല്ലൊക്കെ ഉണ്ടാവും. അതൊന്നും പറയാറില്ല. അതും കൂടി ഒന്ന് ചെയ്താൽ കേട്ടോ. എന്നാ പിന്നെ ഞങ്ങളുണ്ട് ഇങ്ങനത്തെ ഓരോ പരിപാടികൾ നിങ്ങൾക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കാണും ചേച്ചാ കേട്ടോ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ ഇതിൽ അറിയിച്ചണം കേട്ടോ. അത് അറിയിച്ചാതിരിക്കരുത്. അതാ നിങ്ങളോട് പറയാനുള്ളൂ. ഇത് വീരാനൊക്കെ ആവുമ്പോ മാത്രം വെക്കേണ്ട കാണാൻ. ഇപ്പോഴാണ് വീരാങ്കായ ഈ സാധനം ഇതൊക്കെ. ഈ സാധനം എന്നോട് പെണ്ണുങ്ങൾ ഇടക്കിടക്ക് പറയേണ്ട ഒരു വർത്താനാണ്. ഈ സാധനം നിങ്ങൾ ഇടരുത്. ഇതൊക്കെ ഈ സാധനം നിങ്ങൾ ഉണ്ടാക്കണം. കമ്പനി കൊടുത്തിട്ട് ഉണ്ടാക്കണ്ടേ. നിങ്ങൾ നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചീർപ്പ് ഇത് നിങ്ങൾ ഉണ്ടാക്കണം. അതാണ് വേണ്ടത്. ചിലവർ ഉണ്ടാക്കണുണ്ട് കേട്ടോ. വരുത്തി ഉണ്ടാവും. അത് നിസ്കരിച്ചാലും ചിലവർക്ക് ഉണ്ടാവില്ല. അത് ചിലവർക്ക് ഓരോ ശരീര പ്രകൃതിയാണ്. കുറച്ച് പല്ലാള് തിന്നുകണു. വീരാക്കാന്റെ വരിക്കാരനെ ചീർപ്പും പല്ലും മുഴുവനായിട്ടില്ല. അങ്ങനത്തെ ചീർപ്പേറ്റൊന്നും ചീർപ്പൊക്കെ കൊണ്ടുവരും. പക്ഷെ കാണാണ്ടാവില്ല ഒന്നും. ഇത് ഇന്നുണ്ടാവും സമൂസ എന്ത് കിട്ടിയാലും സാധനം തന്നാലോ. ഞാൻ മുട്ട വെച്ച് അടിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്ത ഇതൊക്കെ എടുത്ത എന്റെ പള്ളത്തുണി ഇവിടെ വെച്ചു. അതൊക്കെ എടുത്ത കല്യാണം പരിപ്പോ മല ഈത്തേക്കണ്ടില്ല. വെള്ളത്തുണിയൊക്കെ ചോദിച്ചിട്ട് ചോദ്യം കണ്ടവര് ജുമാക്കോ ആണ് വിചാരിച്ചു. ഷൂട്ടിങ്ങിന് വേണ്ടിട്ടുണ്ട്. സാനിപ്പ ക്യാമറ ഫുള്ള് സെറ്റപ്പ് എടുത്തു പോവാ. ഞാൻ പോയി കൊണ്ടുവരാം. ഒക്കെ അവനാണ്. ഇസ്തിരിടാന് ഡ്രസ്സാള് ഇസ്തിരിടാനൊക്കെ മെയിൻ ആയിട്ട് വരാം. അത് ഇന്ന് ചാടൂലട്ടെ. ഇന്ന് എന്നെ കൊണ്ട് ധരിച്ച നിങ്ങളോട് സൺസ്ക്രീമാണ്. അത് മേടിച്ചപ്പോ 50 മേടിച്ചോണ്ടിട്ടോ. അതായത് ഇത് 40 ആണ്. ഇത് 40. ഞാൻ മേടിച്ചോന്നില്ല. ഇവിടെ ഉണ്ടല്ലോ എത്ര ഞാൻ മേടിച്ചു. അല്ല, ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് 60 ആവശ്യമില്ല. ഇന്നോട് മേടിച്ചാണ്. എനിക്ക് മേടിച്ചോണ്ട് 50 വാങ്ങിക്കോന്ന്. ഇവിടെ ഉണ്ടാകുമ്പോ നമ്മളിങ്ങനെ പറയാൻ ഇതിന് ഇത്ര വില വെച്ചിട്ട് വരാൻ പറഞ്ഞുതരാം. 1000 അത്രയൊക്കെ ഉള്ളൂ. നല്ല വില ഉണ്ടാവും. 300-400 ഉണ്ട്. 465 ഉറുപ്പ്യക്കാണ് നീ വേണം. പിന്നെ ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ജേഴ്സി ഒന്നല്ല, ഇന്റെ ടീഷർട്ടാണ്. ഇത് സാലിപ്പോ പ്രത്യേകം പറഞ്ഞു. ഓനാണ് എനിക്ക് ഇസ്തിരി ഇട്ടരലൊക്കെ. നമ്മള് പെരയിന്ന് ബാഗിലാക്കി കൊണ്ടുവരുമ്പോ ആകെ ചുളിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്റെ കുട്ടിയാണ് ഇത് ഇസ്തിരി ഇട്ട് തരല്. നല്ല കുട്ടിയാട്ടോ. ഇപ്പൊ ഇസ്തിരി ഇടാൻ പോവാണ്. ഞാൻ പറഞ്ഞു കൊണ്ടൊക്കെ നിങ്ങൾ പറയാൻ പറഞ്ഞു. പറയാൻ പറഞ്ഞു അല്ലെങ്കിൽ കിട്ടില്ല. ക്യാമറമാൻ എപ്പയിക്കണേ. ക്യാമറമാനെ കാണാൻ പറയാ. നമ്മൾ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. ഇന്നത്തെ പരിപാടിയിലേക്ക് ഇറക്കണം. റെഡി ആയിക്കും. എടാ അയിമക്കല്ലേ ഷോർട്സ് ആണ്. സുക്കൂറൊക്കെ വെളുത്തുക്കണേ. ബീച്ചിലോട്ട് പോയി ഡ്രസ് എടുക്കാനോ? വെറുതെ കുട്ടിയെ കാട്ടി കൊടുക്കാൻ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഡ്രസ് ഇട്ടിട്ട് ബീച്ചിലോട്ട് ഇങ്ങനെ അടിയിൽ വണ്ടിത്തി മേലേക്ക് ഞാൻ നടന്നു. അവിടെ നിന്ന് കടയിൽ നടന്നു. നടക്കാൻ പോയതാ. ഒരു രസല്ലേ ഡ്രസ് കടകളൊക്കെ ഇങ്ങനെ ചുറുക്കൂട്ടി. അടി തുറന്നിട്ടില്ലേ അതിന് കളയണ്ടാത്. അത്ര പൊട്ടനാക്കല്. ക്യാമറ കാലാകാലി ഞാൻ തന്നെയല്ലേ എടുക്കല്. ഒക്കെ റെഡി. മൈക്കൊക്കെ റെഡി. ഓണാക്കി. മൈക്കൊക്കെ ഓണാ. ഞാൻ എന്തിനാ അവിടെ എടുക്കണേ? ഇതൊക്കെ ഓണാ. ഫണ്ട് ഞാൻ എടുത്ത കാര്യോ? ക്യാമറയുടെ ഉള്ളത് സാധനം ഏതോ സാധനം ഉണ്ടോ ചോദിച്ചാ തുറക്കണം എന്നാലേ കാണുള്ളൂ. അറിയാം. ഫുള്ള് കഴിഞ്ഞപ്പോ ആ ബോഡി തുറന്നിട്ടേ ഉള്ളത്. ഇന്നാണ് ഉണ്ടായിക്കോളൂ. കോഴി ഒന്നും കൂടി ഉണ്ട് നാരണ്ടേ. ആക്ഷൻ. ഞാൻ എടുത്തത് നല്ല ഉസാറായിക്കണേ. അവന് ക്യാമറയിലിട്ട് കാണൂലല്ലോ.
ഓനെ ഞാൻ പെൽച്ചക്ക് നീച്ചപ്പോഴാണ് ബെല്ലടിച്ചിരുന്നത്. ഓന് ഞാനും ഞാന് പെൽച്ചക്ക് നീച്ചുമ്പോഴാണ് ഞാൻ പെൽച്ചക്ക് നീറ്റുമ്പോഴാണ് ഓൻ വന്ന് ബെല്ലടിച്ചിട്ടത്. ഓരോരോ ഞാന് ഓന് ഞാൻ പെൽച്ചക്ക് നീച്ചപ്പോഴാണ് ഓൻ വന്ന് ബെല്ലടിച്ചിട്ടത്. എവിടേക്ക് ഓൻ പോയിരുന്നാവുന്ന ഞാന് പെൽച്ചക്ക് നീച്ചപ്പോഴാ ഓൻ വരുന്നത്. എവിടേക്കാ പോയിന്നാവോ? രണ്ടട്ടം പറയുന്നുണ്ട്. ഓന് ഞാന് പറയുന്നുണ്ട്. ഓന് ഞാന് ഇതാ ഓന് ഞാൻ വേറെ ഷൂട്ടിങ് എനിക്ക് വേറെ ഷൂട്ടിങ് സോനുപ്പാന്റെ. ഞാൻ അടുത്ത ദിവസം ഞാനിപ്പാ ആ പറമ്പിലെ കുഞ്ഞോല്ലേ ഓനക്ക് ഒറ്റക്ക് പോകാൻ പേടിയാണെന്നപ്പോ ഓനപ്പോ ഒന്ന് പോയതേനു. സിനിമക്ക് പോയതേനു ഇപ്പൊ ഇന്നലെ രാത്രി. സുക്കൂർ നോലോളിച്ചണ്ട നോലോളിച്ചൊന്നുമില്ല. ഈ ക്യാമറയിലെത്ത പാട് ഇവന്റെ ക്യാമറ പറയാൻ പറ്റില്ല. ഞാൻ ഈ പള്ളി കമ്മിറ്റിയിലൊക്കെ എടുക്കുന്ന ഒരു മനസ്സിനാണ്. ഇത് എന്നെ പറയിപ്പിച്ചത് കേട്ടോ. ഞാൻ മനസ്സിലിപ്പോ വിചാരിച്ചത് അത് പറഞ്ഞു പള്ളിക്കാൻ പറ്റില്ല കാര്യം. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇമ്മ വിചാരിച്ചു ആട് ഫാം കാണാൻ പോയതാണ് ആട് ജീവിതത്തിൽ. അല്ല ഇപ്പൊ നിങ്ങൾ പള്ളി കമ്മിറ്റിയിലൊക്കെ പറഞ്ഞില്ലേ. പിന്നെ അത് മാത്രമല്ല ഇത് അറബ് രാജ്യത്താണ് ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ഈ 25 രാവിനാണ് കൊളായി ഇജും കൂടി പറഞ്ഞ ഞാൻ ഡെലില്ലല്ലോ. ഇജും കൂടി പറഞ്ഞാണ് നബീസോ അത് സുന്നത്തും ഹലാലൊന്നും ആക്കണ്ട. സിനിമ കാണാനുള്ള അറാമാണ്. അതും ഈ റമളാൻ മാസം. ഇപ്പോൾ ഉള്ള കുട്ടികളെ ഓരോ പരിപാടിയാണ്. ഇറങ്ങി വരുന്ന വേണ്ട, ജസ്റ്റ് ഇവിടെ നിന്നാ പോലെ നിങ്ങൾ പറഞ്ഞാ മതി. പറഞ്ഞാ പോലെ കവുക്കാപ്പിളിന്നൊക്കെ നോക്കിയാണ് പറഞ്ഞത്. തല്ലണ സൗണ്ട് കുറക്കേ. ഈ വായന്റെ തടസ്സമില്ലല്ലോ. ആക്ഷൻ. ഇമ്മ ഞാൻ നോമ്പറക്ക ഉണ്ടാവില്ല. ഇന്ന് അങ്കാടിയില് പറക്കലാണ്. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.